ദിവസം 1000 രൂപയുടെ കൂലിയാ. 1000 ആണോ? 3 മണിക്കൂറത്തെ 1000 രൂപ. ഈശോയെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ്ങിന് പോവാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈമിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതാ 2 മണി കഴിഞ്ഞിട്ടുണ്ട് സമയം. ഇപ്പം ഞങ്ങൾ പോകുന്നത് ആദ്യം തന്നെ താണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ ഞങ്ങൾക്ക് അടുത്താണ്. എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്? 35 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കുറച്ച് സീനറി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട്, പിന്നെ അവിടുത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, നമ്മുടെ കൽക്കരിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പുറത്തോടൊക്കെ ഒന്ന് ജസ്റ്റ് കാണാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് 5 ഫാമിലീസ് പോകുന്നുണ്ട് കേട്ടോ ഒരുമിച്ച്. അപ്പോൾ എല്ലാവരും പല പല വണ്ടികളിലൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പിന്നെ അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അയോധ്യയിൽ രാമജന്മഭൂമിയിലേക്ക് പോകണം. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം ഉണ്ടല്ലോ, അയോധ്യ ക്ഷേത്രം. അപ്പോൾ അതും കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് പോകണേ. കാണാൻ അവർക്ക് സമയം കിട്ടിയാൽ പോകുന്ന വഴിക്ക് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി സമയം കിട്ടിയാൽ. അപ്പോൾ അത് നമുക്ക് സമയം കിട്ടിയാൽ മാത്രമേ നമ്മൾ പോകുള്ളൂ. അപ്പോൾ എന്തായാലും അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങണം. അപ്പം ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങൾ പോകുന്ന ഫാമിലീസ് ഇതാ 3 പേര് ഇതാ ഇവർ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇത് നമ്മുടെ സൃഷ ടീച്ചർ, ഷാരി സാറ്, തൊട്ട് പുറകിൽ ജോബി സാർ, ജെസ്സി ടീച്ചർ, പിന്നെ നമ്മുടെ JP സാറ്, സുമൻ ടീച്ചർ. നിങ്ങൾ പരിചയപ്പെടുത്താറില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എല്ലാവരും ഇതേ പരിചയപ്പെടുത്തും കേട്ടോ. പേരുകളൊന്നും അറിയില്ല, നിങ്ങളൊക്കെ പരിചയപ്പെടണം എന്ന് പറഞ്ഞു. കഷ്ടായില്ലോ. ഷാരി സാർ ഓൾറെഡി വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തു വണ്ടി. എൻ്റെ ദൈവമേ. ഇത് നമ്മുടെ ബിബിൻ സാറ്, ഇവിടെ JP സാറ്, JP സാറിൻ്റെ വൈഫ് ഇതാ സുമൻ ടീച്ചർ, പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ ജെസ്സി ടീച്ചർ, ജെസ്സി ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഇതാ ഓൾറെഡി ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ ഇത് നമ്മുടെ സുപരിചിതരായ സൃഷ ടീച്ചർ, ഷാരി സാർ അവിടെ. അതെ, എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോകും. ഓ എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. പിന്നെ ഇതാ അവിടെ നമ്മുടെ കൂട്ടത്തിൽ ഒരു സാറും കൂടി ഉണ്ട്, ബാച്ചിലറായിട്ടൊരു സാറുണ്ട്, ഇതാ അവിടുന്ന് കയറുന്നുണ്ട്. പിന്നെ ബിബിൻ സാർ ഫാമിലി ഉണ്ട്, ഇതാ മോളിൽ നിന്ന് അവർ ഇറങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കയറാൻ പയ്യെ. വാരണാസി റോഡിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ പുതിയ ആളാട്ടോ. ഡ്രൈവർ അപ്പോയിന്റ് ചെയ്തു. വയനാട് കേണിച്ചിറയിലെ മുത്ത്. അപ്പോഴേ അപ്പൊ ഇത് ഡ്രൈവർ ഞാനാണ്. 1000 രൂപ. ഷാരി സാറാണ്. ആരോ ഷാരി സാറിനെ സാരിസ് എന്തെന്ന് പറഞ്ഞ? ഷാജി സാർ. ഷാജി സാറ്. ഷാജി അല്ല, സാരിന്നൊക്കെ നിങ്ങൾ ഓർത്താ മതി. അപ്പൊ ചെറുതായിട്ട്, പക്ഷെ സാരീസും അല്ല, ഷാരീസ്. ദിവസം 1000 രൂപയുടെ കൂലിയാ. 1000 ആണോ? 3 മണിക്കൂറത്തെ 1000 രൂപ. ഈശോയെ. ഇച്ചിരി കൂടുതലാണോ എന്നൊരു സംശയം. ഒട്ടും താല്പര്യമില്ലായിരുന്നു വരാൻ. ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുപോകും. ടീച്ചറിന്റെ പേരൊന്ന് ഞാനൊന്ന് കൺഫേം ആകട്ടെ. അയ്യോ, സൃഷാന്നാട്ടോ. സത്യത്തിൽ അത് ഓർത്താണോ? തീരെ വിശപ്പില്ല. ഒരു പാക്കറ്റ് കഴിയാറായോ? നിങ്ങൾക്കാർക്കും വേണ്ട. ചക്ക വറുത്ത് കഴിഞ്ഞോ? ചക്ക വറുത്ത് കഴിയില്ല. ഞങ്ങൾ തിന്നോണ്ടിരിക്കുന്നു. പുറകെ വരുന്ന 2 വണ്ടിക്കാർക്ക് 2 പക്ഷെ കൊടുക്കണ്ടേ? അവര് പുറകില് കാണുന്നില്ലല്ലോ. അവര് വരുന്നില്ലേ? വണ്ടിയിൽ കാണാൻ. കേരളത്തിൽ നിന്ന് വന്ന ചക്ക വറുക്കാം. നമ്മുടെ ഫാമിലി കേരളത്തിൽ നിന്ന് പറയാൻ ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഇവിടെ ചക്കയുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഇറക്കാൻ പറ്റില്ലേ? ഊഴച്ചക്ക. അപ്പൊ നമ്മള് ടാണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് പാലത്തിലേക്ക് കയറാൻ പോവാണ്.
ഇതാണ് ടാൻഡെ പാലം കേട്ടോ. ടാൻഡ പാലം. ടാൻഡ പാലം എത്തിയിരിക്കുകയാണ്. ഈ പാലത്തിന് ഭയങ്കര എത്ര കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഇതിന്റെ ദൂരം? 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ. അപ്പൊ തുടങ്ങാൻ പോവാണ്. ഒത്തിരി പേര് മരിച്ചാണ് പാലം പണിതപ്പോൾ. ഈ പാലം പണിതപ്പോൾ ഒരുപാട് പേര് മരിച്ചാണ്. ഒത്തിരി തവണ പാലം താഴെ പോയി. സരയുണ്ടോ കാണുന്നത്? സരയും രണ്ടും സരയുമാണ്. ഇവിടെ നന്നായിട്ട് വള്ളം കയറി ഇറങ്ങി കേട്ടോ. ഇത് ഈ പാലത്തിന്റെ അങ്ങേയറ്റം ഇപ്പൊ കാണാൻ പറ്റിയല്ലോ കേട്ടോ. പകുതി പോലും കാണാൻ പറ്റിയല്ല. ഇവിടെ നിർത്തിയാൽ നമുക്ക് ഇവിടെ അപ്പൊ ജോബി സാർ എത്തി. അതാ മറ്റവർ അവിടെ ഇറങ്ങുന്നു. ടാൻഡ പാലം വെള്ളം കുറവാ. ഈ പാലം പലതവണ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ടുണ്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം. ഇത് ഒത്തിരി 2.5-3 കിലോമീറ്ററോളം ഉണ്ട് ഇതിൻ്റെ നീളം. ഇപ്പം നമുക്കതിൻ്റെ പകുതി വരെ കാണാൻ പറ്റില്ല, ഇത്രയ്ക്ക് ദൂരമുണ്ട്. ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ്. പക്ഷേ തുറന്നോളെ ആൾക്കാരെ ഇറങ്ങട്ടെ. പാലം ഒരു തരം NTPC കുഴൽ കാണാവുന്നതാ. അത് തന്നെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്ന് പറയും NTPC. എടുത്ത് ഫോട്ടോ വീഡിയോ ഒരു നല്ല രസമല്ലേ? അകടിക്ക് നോക്കുമ്പോ എവിടെ നിൽക്കണം? ഞങ്ങളങ്ങനെ സീനറി ഒക്കെ കാണാനായിട്ട് ഇറങ്ങി നിൽക്കുക. പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഫോട്ടോയ്ക്കൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും കണ്ണടഞ്ഞു പോവാ. കാരണം സൂര്യപ്രകാശം ഇങ്ങനെ കണ്ണിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. അതിൻ്റെ ഏരിയ ആണത്. ഇത് ഉണ്ടാക്കിയോട്ടെ പല പ്രാവശ്യം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുള്ളതാ. ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് ഇത്. ഈ പാലം അതെ താമസില്ല. ഈ പാലം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം ഇപ്പൊ ശരിക്കും കുലുങ്ങുന്നത് വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോ. ഞങ്ങളങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് സീനറി ഒക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും അവിടെ നിന്ന് ഇനി മുന്നോട്ടേക്ക് പോകണം കേട്ടോ. ഒത്തിരി നീളമുള്ള ഒരു ബ്രിഡ്ജ് ആട്ടോ ഇത്. പൂർവാഞ്ചലിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നതാണ് ഈ ടാൻഡ ബ്രിഡ്ജ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും പ്രാവശ്യം ഇങ്ങനെ ഹോളിഡേ ഒക്കെ കിട്ടിയപ്പോൾ ഒന്ന് കാണാമെന്നും പറഞ്ഞ് അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിൽ വന്ന് കാണാനായിട്ട് വന്നതാണ്. ഞങ്ങളിങ്ങനെ 5 ഫാമിലി ഉള്ളതിനുകൊണ്ട് 2-3 വണ്ടികളിലൊക്കെ ആയിട്ട് വന്നേക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് NTPCയിലേക്കാണ്. അപ്പോൾ അവിടുത്തെ അവരുടെ ഏരിയയും പിന്നെ അവിടെയുള്ള കോഫി ഹൗസ് കാര്യങ്ങളൊക്കെ കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ നല്ല സീനറി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിലത്തെ പോലത്തെ ഒരു ലുക്കൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി കാണാം. ആൾക്കാർ കയറി പോണ സ്ഥലം കണ്ടോ? പക്ഷെ അതിലൂടെ ആൾക്കാർ കയറുന്ന സ്റ്റെപ്പ് കണ്ടോ? അയ്യോ സമയം ഉണ്ടോ അതിലെ കയറുന്നത്? ഞാൻ മോളിൽ കയറി പിന്നെ മരിച്ചെന്നെ അറിയാമല്ലോ പേടിച്ചിട്ട്. നമ്മുടെ എൻട്രൻസ് എത്തി NTPCയുടെ. ഭയങ്കര വൈബാണ് ഇവിടെ അല്ലേ? ഇവിടെ നിങ്ങൾ വന്നിട്ടില്ലല്ലോ ടീച്ചറെ? ഫസ്റ്റ് ടൈം അല്ലേ? ഭയങ്കര രസമല്ലേ? നല്ല രസമായിട്ടോ കാണാനായിട്ട്. ഇവിടുത്തെ സീനറിയൊക്കെ
രണ്ടു വശത്തും മരങ്ങളൊക്കെ ആയിട്ട് ആകെ പച്ചപ്പും. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഒരു സീനറി നമുക്ക് UP കാണാൻ കിട്ടുക അപൂർവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ അങ്ങനെ പോകുമ്പോൾ ഇതാ എത്തുന്നത് ഒരു പാർക്കിന്റെ സൈഡിലാട്ടോ. അപ്പൊ ഇതാ പാർക്കിന്റെ സൈഡിൽ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ പാർക്കിലൊക്കെ ഒരിത്തിരി സമയം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാന്നും പറഞ്ഞു അങ്ങനെ ഇതാ പാർക്കിന്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്യുന്നു കേട്ടോ. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ ക്യാമ്പസ് ഉണ്ടല്ലേ, ബാഡ്മിന്റൺ കോർട്ടാണ്. ഇങ്ങനെ വെയിലല്ലേ, മരങ്ങളൊക്കെ അടിപൊളിയല്ലേ. ഇവിടുത്തെ സീനറി ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ലുക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയത്തേക്ക് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ അഞ്ജു ആയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ I love NTPC എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ബോർഡിന്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നതാ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് വീഡിയോയും എല്ലാവരും അവരവരുടെ ഫോണിലൊക്കെ ആയിട്ട് മൊബൈലിലൊക്കെ ആയിട്ട് ഒത്തിരി ഫോട്ടോസ് എടുത്തിട്ടോ. ഉൾട്ടയായി പോയിട്ടുണ്ടോ? I love Tanda. ഞങ്ങൾ ബാഡ്മിന്റൺ കോർട്ടിലേക്കാണ് പോയിക്കൊണ്ട്. ബാഡ്മിന്റൺ കോർട്ടിലേ ഞങ്ങളങ്ങനെ പാർക്കിലേക്ക് എത്തിയിട്ടോ. പാർക്ക് കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും ഊഞ്ഞാലും പിന്നെ കുട്ടികളുടെ പല പല കളിക്കാനുള്ള ഒത്തിരി ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ഷാജി സാർ ഒരിടത്തുമ്പോൾ കയറിയിരുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എടാ ഉച്ചക്കത്തെ ഗുളിക കഴിച്ചില്ലേ? അതെയോ? എന്നാ ഇസ്മായിൽ അവരവിടെ ലൈനായിട്ട് നിൽക്കുന്നുണ്ട്. പാർക്കിലേക്ക് ഒന്ന് ജസ്റ്റ് വന്നതാ. ഓ, ഇതാണ് നമ്മുടെ ജെറിൻസ്. ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. നല്ല നല്ല സുഖമായിട്ട് നോക്കിയോട്ടോ. അധികം നോക്കി അവസാനം അങ്ങനെ വട്ടി താഴെ വീഴുന്നുള്ളതാണ്. അമ്മയ്ക്ക് നീ തേനല്ലേ, അച്ഛനു നീ പാലല്ലേ. അങ്ങനെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ കുറെ എൻജോയ് ചെയ്തു കേട്ടോ. പാർക്കില് കിട്ടിയ സമയം ആരും തന്നെ വേസ്റ്റ് ആക്കിയില്ല. നല്ലപോലെ എൻജോയ് ചെയ്തു. എല്ലാം മറന്ന് എൻജോയ് ചെയ്യാൻ കിട്ടിയ നല്ല ടൈമായിരുന്നു. സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ മാനേജർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളൊരു മലയാളിയാണ് ചേട്ടൻ. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ചെറിയ പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ ആള് വന്നിട്ടുണ്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ.
അവരുടെ ഗസ്റ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. പിന്നെയും വേറെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനൊക്കെ, അടുത്തുനിന്ന് തന്നെ കാണാനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ കാണിക്കാം. പിന്നെ നമുക്ക് ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ VIP ഗസ്റ്റ് ഹൗസ്. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് കിടക്കാണ്. VIP ഗസ്റ്റ് ഹൗസ്. അവരവിടെ വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിതാ ഗസ്റ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഇവിടെ നല്ല വലിയൊരു റെസ്റ്റ് റൂം കാണാം കേട്ടോ. അപ്പം അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഡൈനിങ് ഹാള് കാണാം. പിന്നെ തൊട്ടടുത്ത് തന്നെ കിച്ചൺ ഉണ്ട്. ഇവിടെയാണ് അവര് കോഫിയും ടീയും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചായയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിപ്പിക്കും. ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നേപ്പിക്കുന്ന തന്നെ ചായയും ബിസ്ക്കറ്റും സോൻ പാപ്പടൊക്കെ ആയിട്ട് നമ്മുടെ ടേബിളും എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇതാ അവിടെ നിന്ന് വേഗത്തിൽ തന്നെ ഇറങ്ങണം. കാരണം നമുക്കിനി ഇവിടുന്ന് പറ്റുമെങ്കിൽ അയോധ്യയിൽ പോയി അവിടുത്തെ അമ്പലമൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. പറ്റൂല്ലെന്ന് അറിയില്ല. അപ്പം എന്തായാലും വേഗത്തിൽ ഇറങ്ങാമെന്നും പറഞ്ഞ് എല്ലാവരും വേഗം ചായ കുടിച്ച് ഇറങ്ങണം കേട്ടോ. ഇവിടെയുള്ളതിൽ കൂടുതൽ പേരും മലയാളീസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട് മലയാളി തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ കണ്ട് ഞങ്ങൾ എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങാണ്. അപ്പോൾ ഇനി ഇവിടെ അടുത്ത് തന്നെ എന്തോ 1-2 സ്ഥലങ്ങൾ കൂടെ കാണാനുണ്ട്. കണ്ടിട്ട് വേണം നമുക്ക് പോകാൻ. ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇനി ഞങ്ങൾ വേറെ ഒരു നദിയുടെ തീരത്ത് കുറച്ച് കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഗസ്റ്റ് ഹൗസിലെ മാനേജറായിട്ടല്ലേ പോണത്. മലയാളിയാണ്, തൃശ്ശൂർകാരനാണ്. പുള്ളി മലയാളിയാണ്, തൃശ്ശൂർ അങ്കമാലിക്കാരനാണ്. ഇവിടെയുള്ള ഇന്ത്യൻ കോഫി ഹൗസിന്റെ മാനേജറാണ്. അപ്പൊ ഞങ്ങൾ പുള്ളിയെല്ലാം ഞങ്ങളിവിടെ കൊണ്ടേ കറക്കി കാണിക്കാൻ പോവാണ്. എന്ത് രസമല്ലേ ഇവിടെ കാണാൻ നോക്കി. അടിപൊളി. വൈകുന്നേരം നടന്നാ മതിയല്ലോ അല്ലേ? രണ്ട് സൈഡിൽ നിന്നും മരങ്ങളായിട്ടേ സൂപ്പർ ഏരിയ ഉണ്ട് ഇവിടെ എല്ലാം. ഇതുണ്ടോ അവിടെ നോക്കി. സരയൂ നദി കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങാം താഴേക്ക്. അപ്പൊ ഇവിടുന്ന് നമുക്ക് സരയൂ നദി നല്ല ഭംഗിയായിട്ട് കാണാം. അടിപൊളി സീനറി കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ NDPC കാണാൻ വേണ്ടി വന്നെങ്കിൽ നമുക്ക് അത് തൊട്ടടുത്തുനിന്നൊന്നും കാണാൻ പറ്റില്ല. തൊട്ടടുത്തേക്ക് നമുക്ക് പോകാൻ പെർമിഷൻ ഇല്ല. അതൊക്കെ വലിയ ചടങ്ങുകൾ. അതൊക്കെ നേരത്തെ കൂട്ടി നമ്മൾ ബുക്ക് ചെയ്ത് അവരെയൊക്കെ അറിയിച്ച് അങ്ങനെയൊക്കെ വിത്ത് പെർമിഷനൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ തൊട്ടടുത്തേക്കൊന്നും പോയി അവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ദൂരെ നിന്നൊക്കെ ഇങ്ങനെ കാണാമെന്നല്ലാണ്ട് അടുത്തേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനായി. കാരണം ഞങ്ങൾ നേരത്തെ ബുക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്താലും പിന്നെ അവർ ഒത്തിരി ചെക്കിങ്ങും അങ്ങനെ തന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എളുപ്പത്തിലൊന്നും നമുക്ക് പോയി കാണാൻ പറ്റുന്ന സ്ഥലമല്ല അത്. ഫോട്ടോയിലൊക്കെ നമുക്ക് എന്താ പറയുക, നല്ല അടിപൊളി സീനറി കിട്ടുന്നുണ്ട് കേട്ടോ. ബാക്കിൽ നിന്നൊക്കെ നല്ല അടിപൊളി സീനറി, അവരുടെ ചിമ്മിനി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ. ഇവിടുന്ന് അടുത്തേക്ക് നമ്മളെ കടത്തി വിടില്ല എന്ന് പറഞ്ഞു. കാരണം വർണ്ണം കൂടിയാൽ പോകുന്നത് കൂളിംഗ് ടവർ, അതിന് വെള്ളം തണുപ്പിക്കും. ഇപ്പഴത്തെ ചിമ്മിനികളാ മറ്റേ സിമെന്റിന്റെ കളറിൽ എന്താ അതാണ് കൂളിംഗ് ടവർ. വെള്ളം ഇങ്ങനെ തിളച്ച വെള്ളം മുകളിലേക്ക് വിട്ടിട്ട് ഇങ്ങനെ വീഴും. താഴെ വരുമ്പോ തണുപ്പ് റീസൈക്കിൾ ചെയ്യും. ഈ സീനറിയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നല്ല ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. എല്ലാവരും അവരവരുടെ മൊബൈലിലൊക്കെ ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. സിംഗിളായിട്ടും ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി പയ്യെ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പോവാണ്. അപ്പം അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സമയമായി. ഇനി നമുക്ക് അയോധ്യയിലേക്ക് പോകേണ്ടതാണ്. അപ്പം അങ്ങനെ നമ്മൾ കണ്ട് പരിചയപ്പെട്ട കോഫി ഹൗസിലെ മാനേജർ ചേട്ടനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങളിത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങണം. അപ്പം എല്ലാവരും വന്ന അതേ വണ്ടികളിലേക്ക് തിരിച്ചു കയറി ഇതാ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരണം കേട്ടോ.
റോഡിലേക്ക് കയറി കേട്ടോ, കയറാൻ പോവാണ്. ഇനി നമ്മൾ അയോധ്യ. പനമരത്തേക്ക് ചെല്ലുന്നവരുണ്ട്. പനമരത്തിലും രണ്ടറ്റത്തും സൈഡിൽ നിന്ന് ഇങ്ങനെയല്ലേ കാടല്ലേ. അങ്ങനെ ഞങ്ങള് ടാൻഡ ബ്രിഡ്ജും അതുപോലെ NTPC ഒക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും 5 മണിയായിട്ടോ. അപ്പോൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ ചെല്ലണമെങ്കിൽ അധികം റഷ് ഉണ്ടാവില്ല അമ്പലത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഒന്ന് സ്ലോ ആയിരുന്നു. അയോധ്യക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. പക്ഷേ ഇതാണ് പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേ എനിക്ക് തോന്നുന്നത്. ഭരത് കുണ്ട് പാർക്കാണോ? പാർക്കുണ്ട്, വലിയൊരു കുളമുണ്ട്, ചെറിയൊരു പാർക്കോ ഏതാണ്ടൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഉണ്ട് ഇതിനകത്ത് ആ കേരള ബൈക്കല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താം. ഇതിപ്പോ പോയ വഴിക്ക് നമ്മൾ കണ്ടെന്നുള്ളൂ. സംഭവം ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങള് അയോധ്യയിലെത്തി. അപ്പൊ ഇനി നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം ഓട്ടോയിൽ പോകണം. കുറച്ച് ദൂരം പോയിട്ട് വേണം നമുക്ക് അമ്പലത്തിന്റെ അടുത്തേക്ക് ഒന്ന് എത്തണമെങ്കിൽ. തൊട്ടടുത്തൊന്നും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്താ ഓട്ടോ വിളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പിക്കും തന്നെ നല്ല ഇരുട്ടായി തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് വഴിയൊന്നും അത്ര കൃത്യമായിട്ട് അവിടെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് പലതും ചോദിച്ചൊക്കെയാണ് നമ്മൾ പല വഴികളിലും ചോദിച്ചൊക്കെയാണ് പോയത്. പിന്നെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഓട്ടോക്കാരോട് പറഞ്ഞു അങ്ങനെ ഓട്ടോ വഴിയുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ ഒക്കെ അടുത്തൊക്കെ എത്താറായിപ്പിക്കുന്ന ആ പോലീസുകാർ നമ്മളെ തിരിച്ചു വിട്ടു. അവിടുന്ന് ആ വഴിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭയങ്കര റഷാണ്. ഓട്ടോയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോഴേക്കും ആ ഓട്ടോ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ ഓട്ടോ വിളിച്ച് വേറെ ഓട്ടോ 2 കൂട്ടർക്കുള്ളത് അറേഞ്ച് ചെയ്ത് അങ്ങനെ അതിനകത്ത് പോകണം. അപ്പൊ അവര് പറഞ്ഞ വേറെ ഏതോ റൂട്ടിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും, അപ്പൊ അതിലേ പോയി നോക്കാന്നും പറഞ്ഞു. അപ്പൊ അവിടെ വരെ ചെന്നതല്ലേ എന്തായാലും പോയി നോക്കാന്ന് വെച്ച് ഞങ്ങൾ എല്ലാവരും വീണ്ടും ഇതാ അടുത്ത ഓട്ടോ വിളിച്ച് അതിനകത്ത് കയറിയിരുന്ന് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മള് അമ്പലത്തിന്റെ അടുത്ത് വരെ എത്തി. ഇതപ്പോ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് വഴി നടക്കാനുണ്ട്. അപ്പൊ അങ്ങനെ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ അമ്പലത്തിന്റെ എൻട്രൻസിന്റെ അടുത്ത ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയും ഇതിന്റെ ഉള്ളിൽ കൂടെ വീണ്ടും നമുക്കൊരു 1-1.5 കിലോമീറ്റർ പിന്നെ നടന്നു പോകാനുണ്ട്. എന്നാലേ നമ്മൾ അമ്പലത്തിന്റെ അടുത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് എൻട്രൻസ് മാത്രമാണ് കേട്ടോ. അപ്പൊ ഇവിടെ തന്നെ നല്ല റഷാണ്. ആൾക്കാരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. ഇവിടെയൊക്കെ സമുദ്രം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ ഇങ്ങനെ കാലൊന്ന് വെച്ച് കൊടുത്താൽ മതി, ആൾക്കാർ നമ്മളെ തള്ളിക്കൊണ്ടാവും. ഉള്ളിലേക്ക് നിങ്ങൾക്ക് കാണുന്നില്ലേ തിക്കും തിരക്കൊക്കെ. അപ്പൊ എന്തായാലും ഞങ്ങളും കടന്നു നോക്കാന്നൊക്കെ വെച്ച് പയ്യെ ഉള്ളിലേക്ക് എൻട്രൻസിന്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് കടന്നു കേട്ടോ. പക്ഷെ ഇത്രയും രാത്രിയായ സമയത്താണെങ്കിൽ പോലും ഭയങ്കര റഷാണ് അവിടെ. അപ്പോ എന്തായാലും അതിന്റെ അടുത്തേക്കൊന്നും നമുക്ക് എത്താൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഇത്തിരി ദൂരമൊക്കെ നടന്നു നോക്കി, പക്ഷെ അവിടെ വരെ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം അത്രയും റഷാണ്. ആൾക്കാരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലായി. നമ്മൾ മനസ്സിലൊക്കെ പ്ലാൻ ഇട്ടേക്കാളും വിചാരിച്ചേക്കാളൊക്കെ ഒരുപാട് തിരക്കായിരുന്നു അവിടെ. അതും ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ രാത്രിയിലത്തെ സമയത്തൊക്കെ ചെല്ലുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു, നേരെ തിരിച്ചായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒന്നാമത് ദീപാവലിയുടെ ഒക്കെ സമയമാണ്. ദീപാവലി കഴിഞ്ഞിരുന്നെങ്കിലും ആ ഒരു ഹോളിഡേയ്സിന്റെ ഒക്കെ ടൈമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കാ ഇന്നത്തെ ദിവസം, ഭയങ്കര തിരക്കാ. അതുകൊണ്ട് അങ്ങോട്ട് പോകാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ അടുത്തേക്ക് അങ്ങേറ്റത്താണ് അമ്പലം ഉണ്ടോ. ഭയങ്കര തിരക്കാ ഇന്നത്തെ ദിവസം. അവധി ദിവസം ആയതുകൊണ്ട് ദീപാവലിയുടെ പിറ്റേ ദിവസമാണിത്. തിരക്കോട് തിരക്ക്. അപ്പൊ അങ്ങനെ അമ്പലത്തിലേക്കൊന്നും നമുക്ക് എത്താൻ പറ്റിയില്ല. അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാനും പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് വളരെ നിരാശരായി തിരിച്ചു പോരേണ്ടി വന്നു. അപ്പൊ പുറത്തുനിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ട് അമ്പലമൊക്കെ ദൂരെ നിന്ന് ഇങ്ങനെ ഔട്ടർ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളിതാ തിരിച്ച് പോകരുത് കേട്ടോ. കാരണം നമ്മളിന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ എത്തിയപ്പിക്കും തന്നെ നല്ലൊരു ടൈം ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇനി നമ്മൾ ആ തിക്കും തിരക്കിലും പെട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അത്രയും റഷായിരുന്നു. മാക്സിമം കിട്ടും. ജോബിയും പോയോ? ജോബിയും കഴിക്കൂ. വാ 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 വാ.
അപ്പം അങ്ങനെ അമ്പലമൊന്നും കാണാൻ പറ്റാതെ ഞങ്ങൾ തിരിച്ചിതാ പോരണം കേട്ടോ. അപ്പോൾ വീണ്ടും ഇതാ നമ്മൾ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഓട്ടോ പിടിച്ച് നമ്മളുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തണം. അവിടുന്ന് വേണം നമുക്ക് വണ്ടി കയറാനായിട്ട്. അപ്പൊ ഞങ്ങൾ അയോധ്യയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. ഇന്നത്തെ തിരക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങളുടെ യജ്ഞം എന്നാ പറഞ്ഞേ, അതെ ഞങ്ങളുടെ യജ്ഞം പൂർത്തിയായില്ല. മിഷൻ ഇൻകംപ്ലീറ്റ് ആയിപ്പോയി. പോട്ടെ, ഞങ്ങള് ഈ കനത്ത തിരിച്ചടിക്ക് ഞങ്ങള് വേറെ ദിവസം വരും, പകരം വീട്ടും. തിരിച്ചു വരും. അതെ, അത് ശക്തമായിട്ട് തിരിച്ചു വരും. ഞങ്ങൾ അതുകൊണ്ട് തിരിച്ചു പോവാണ്. അടുത്ത യജ്ഞം നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അപ്പോഴേക്കും നല്ലൊരു സമയമായിട്ടോ ഞങ്ങൾ റിട്ടേൺ ചെയ്തേപ്പിക്കും. അപ്പം എന്തായാലും തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ ചെറിയ ഹോട്ടലൊക്കെ ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല ദീപാവലിയുടെ പിറ്റേ ദിവസം ആയതുകൊണ്ട്. പിന്നെ എന്തായാലും ബസ്തി ഭാഗത്തേക്കൊക്കെ എത്താറായപ്പോഴേക്കും ഒരു ചെറിയൊരു ഹോട്ടൽ തുറന്നിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി എല്ലാവരും ഫുഡ് കഴിക്കണമായിരുന്നു. കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഫുഡും കഴിച്ച് പോയത് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡ് എല്ലാവരും വാങ്ങി ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെയും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.